പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, ജീവിതത്തിൻ്റെ വ്യത്യസ്ത വിളികളിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഈശോയെ. അവരെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. വീടില്ലാത്തവരുണ്ട് ഈശോയെ. അതുപോലെ കുടുംബത്തിൽ കലഹങ്ങളുള്ളവരുണ്ട് ഈശോയെ. ഭാര്യാഭർത്താക്കന്മാർ പിരിഞ്ഞ് താമസിച്ചിട്ട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈശോയെ. ജീവിത പങ്കാളിയെ കിട്ടാത്ത പുരുഷന്മാരുണ്ട് ഈശോയെ. ജീവിത പങ്കാളിയെ കിട്ടാത്ത സ്ത്രീകളുണ്ട് ഈശോയെ. അന്യനാടുകളിലും വിദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവരും മക്കൾക്ക് അവർക്ക് പറ്റുന്ന ജീവിത പങ്കാളിയെ കിട്ടാതെ വിഷമിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും ആശ്രയിക്കും. ഒരു പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ.
10 പൈസ കൂടുതൽ കിട്ടിയാലേ കടങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഓർത്തുകൊണ്ട് വെണ്ണീറായി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. കർത്താവേ, അവർ ഈ ജോലി നഷ്ടപ്പെട്ട എനിക്ക് വേറൊരു ജോലി തരണമേ കർത്താവേ എന്ന് വിചാരിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. ജോലി ഇല്ലാതെ വിഷമിക്കുന്നുണ്ട് ഈശോയെ. രോഗങ്ങൾ മാറാതെ, സമാധാനം ഇല്ലാതെ, ഉറക്കമില്ലാതെ പോകുന്നുണ്ട് ഈശോയെ. കടകമ്പോളങ്ങളും കന്നുകാലികളെയും വളർത്തി ജീവിക്കുന്ന കുഞ്ഞു വരുമാനക്കാരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ പഠനം, മക്കളുടെ ഉദ്യമങ്ങൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാരും അപ്പന്മാരും അവിടെ പ്രാർത്ഥനകൾ കർത്താവ് ഏറ്റെടുക്കുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ആശീർവദിക്കുകയും ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു, എവിടെയെല്ലാം പോകുന്നു, അവിടെല്ലാം സംസാരിക്കുന്നു, എല്ലാ നിയോഗങ്ങളും കർത്താവ് നിറവേറ്റട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശേഷത്തൊക്കെ ഓർത്തു നമുക്ക് വളരെ താമസിച്ചാണല്ലോ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമൊക്കെ കിട്ടിയെന്ന്. കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം ഭയങ്കര ദൈവം അലോട്ട് ചെയ്യേണ്ടത് ഭയങ്കര പിശുക്കായിട്ടാണ്, ഭയങ്കര സപ്ലൈ ഷോർട്ടാണ്. അങ്ങനെ എനിക്ക് മനസ്സിലായത്. അപ്പം നിങ്ങളവർക്ക് അച്ഛൻ്റെ കയ്യിരിപ്പ് കൊണ്ടായിരിക്കുമെന്ന്, അതല്ല എൻ്റെ അർത്ഥം. നമ്മൾ ദൈവത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ വ്യാവഹാരിക സാധാരണ ജീവിതമില്ലേ, അതിൻ്റെയും കുന്നായ്മകളും അതിൻ്റെ ഒരു തടസ്സങ്ങളും തട്ടുകേടുകളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ മനസ്സിലാക്കി വളരെ ഒരു ഗ്രീൻ ചാനലിലൂടെ ജീവിതം കൊണ്ടുപോകണമെങ്കിലും പരിശുദ്ധാത്മ മസ്റ്റാണ്. നിങ്ങളൊക്കെ പല കാര്യങ്ങളത് കൊണ്ടുപോകുന്നുണ്ട് എനിക്കറിയാം, പക്ഷേ അത് പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ബൂസ്റ്റിങ്ങിന് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങളൊന്നും ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യണില്ല. ഞാൻ പറഞ്ഞ പരിശുദ്ധാത്മാവിന് വേണ്ടി എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ ചില സമയത്തൊക്കെ ഒറ്റയ്ക്കൊക്കെ എല്ലാം നിർത്തി, എഴുത്താണെങ്കിൽ എഴുത്ത്, വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണമൊക്കെ നിർത്തിയിട്ട് വെറുതെ ഇരുന്ന് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എന്നാലും ഞാൻ പിതാവിനോട് പറയും, പിതാവേ പരിശുദ്ധാത്മാവിനെ എന്നോട് നിറയ്ക്കണമേ. അപ്പോൾ എനിക്ക് കർത്താവ് തന്ന ഒരു സംഭവം ഞാൻ കഴിഞ്ഞ ദിവസം പള്ളിയിൽ പറഞ്ഞു, നീ വചനം വായിച്ചാൽ മതി എന്ന് പറയും. നിനക്ക് ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും ഈസി ആയിട്ട് പരിശുദ്ധാത്മാവിനെ നിറയാനുള്ളത്, ഇപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനെ നിറയാനുള്ളത് പ്രാർത്ഥനയെക്കാളും നമ്മൾക്ക് ഏറ്റവും ഈസി എന്താണെന്ന് അറിയാമോ? ഈ നിങ്ങൾ ഉടമ്പടിയിൽ എല്ലാ ദിവസവും അരമണിക്കൂർ വചനം വായിക്കലേ, അത് ഉടമ്പടിയുടെ ഒരു ആചാരം പോലെ വായിച്ചു വിടരുത്. അത് പരിശുദ്ധാത്മ നിറയാൻ വേണ്ടിയാണ് വായിക്കേണ്ടത്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ടു ഫാൻ ഇൻ ടു ഫ്ലെയിംസ് എന്ന് പറഞ്ഞില്ലേ വായിച്ചത്, 2 തിമോത്തിയോസ് 1:6. 2 തിമോത്തി 1:6 ഒരു വചനമുണ്ടേ, എന്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയാവോ? പരിശുദ്ധാത്മാവ് ചെയ്ത ചില കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് കടത്തിവിട്ട് നമ്മുടെ മനസ്സിനെ റീഫോർമാറ്റ് ചെയ്യണം. പരിശുദ്ധാത്മാവ് ചെയ്ത കാര്യം എന്താണ്? പൗലോസ് 10 ദിവസം പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ദൈവവചനം വ്യക്തിപരമായ വ്യാഖ്യാനത്തിനുള്ളതല്ല, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായ വചനം എടുത്തേ. 2 പത്രോസ് 1:20-21. 2 പത്രോസ് 1:20-21 വായിച്ചേ. ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ. വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. ഇപ്പൊ വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചതാണ്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ പ്രോഡക്റ്റാണ് ഈ വചനം എന്ന് പറയണത്. ഇനി നമ്മൾ ഈ 2 പത്രോസ് 1:20 നമ്മളിനി 2 തിമോത്തി 1:6 ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താ മനസ്സിലാവുന്നത്? എൻ്റെ കയ്യൊപ്പിലൂടെ നിങ്ങൾക്ക് ഊതിക്കത്തി ദൈവിക വരം കയ്യൊപ്പിൽ ലഭിച്ച ദൈവിക വരം ഊതിക്കത്തിവേ. എങ്ങനെ നമ്മൾ ഊതിക്കത്തിക്കണമെന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും നല്ല മാർഗം പരിശുദ്ധാത്മാവ് തന്നെ എഴുതിയ വചനം നമ്മൾ ആത്മാവിൽ വായിക്കുന്ന അനുസരിച്ച് കൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവ് ഊതിക്കത്തിക്കപ്പെടും. കഴിഞ്ഞ ദിവസങ്ങളിൽ 5 ഏഞ്ചൽ താര എന്നും പറഞ്ഞൊരു മോള് ഒരു സാക്ഷ്യം പറഞ്ഞു.
സാക്ഷ്യം പറയാൻ പറഞ്ഞെങ്കിൽ കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ എൻ്റെ കണ്ണും നിറഞ്ഞു പോകുന്നു. എന്താ കാര്യം? കണ്ണീരിൻ്റെ വരവെന്നും പറഞ്ഞൊരു വചനമുണ്ട്. രോഗശാന്തി വരം പോലൊരു വരവാണത്, കണ്ണീരിൻ്റെ വരം. കർത്താവ് ഇടയ്ക്കിടയ്ക്ക്, ഇപ്പോൾ ബൈബിളിലെ ഏറ്റവും ചെറിയ വചനമുണ്ടല്ലോ, ദെൻ ജീസസ് വെപ്റ്റ്, അപ്പോൾ കർത്താവ് അവൻ കരഞ്ഞു എന്ന് പറയും. ചില അത് എന്താ കരഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ ദൈവസ്നേഹം, അതായത് തൻ്റെ യാത്രയുടെ അവസാന മണിക്കൂറാണ്. എന്നിട്ട് ജെറുസലേം തന്നെ അറിയണില്ല, ഇനി തനിക്ക് ഈ രൂപത്തിൽ വരാൻ പറ്റത്തില്ല. ജെറുസലേം, ജെറുസലേം, എത്ര കാലം നിന്നെ പിടക്കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ കീഴിലാക്കുന്ന പോലെ ഞാൻ എൻ്റെ ചിറകിൻ്റെ കീഴിൽ സംരക്ഷിച്ചു. ഇപ്പോഴും നീ തിരിച്ചറിഞ്ഞില്ലല്ലോ സന്ദർശനത്തിൻ്റെ സമയം. കണ്ണ് നിറഞ്ഞു പോയി. അതാണ് കണ്ണീരിൻ്റെ വരവെന്ന് പറയുന്നത്. ലാസറിൻ്റെ മുമ്പ് നിൽക്കുമ്പോഴും കർത്താവിൻ്റെ കണ്ണ് തുളുമ്പണുണ്ട്. ഇതുപോലെ ഏഞ്ചൽ താര പറഞ്ഞു, കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ എന്നെ കണ്ണ് തുളുമ്പിപ്പോയെന്ന്. ദൈവസ്നേഹം നിറയുമ്പോഴാണ് കണ്ണ് തുളുമ്പുന്നത്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അപ്പം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് അല്പം കുറവാണെന്ന് അതിൻ്റെ പവർഫുൾ അല്ലെന്ന് തോന്നിയാൽ ഏറ്റവും എളുപ്പമാർഗമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് പാടുകയല്ല. കർത്താവ് പരിശുദ്ധാത്മാവ് എഴുതിയ വചനം എടുത്ത് ഭക്തിപൂർവ്വം കുറേ നേരം വായിക്കണം. അതാണ് ഉടമ്പടിയിൽ വചന വായന പൊരുൾ. പ്രശ്നമാണ്. ആദ്യമായി തന്നെ ഞാൻ ഈശോയോടും പരിശുദ്ധ അമ്മയോടും ക്ഷമ ചോദിക്കുന്നു സാക്ഷ്യം പറയുവാൻ വൈകിയതിന്. എൻ്റെ പേര് ശ്രീദേവി, പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. അമ്മയുടെയും ഈശോയുടെയും അനുഗ്രഹത്താൽ എനിക്ക് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഞാൻ ഈ സന്നിധിയിൽ നിൽക്കുന്നത്. ഈ സന്നിധിയിൽ പ്രതിസ്വീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ തുടങ്ങുന്നു. എൻ്റെ ചെറുപ്പം തൊട്ടേ എനിക്ക് പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അത് ചിക്കൻ കഴിക്കുമ്പോൾ കൂടുതലാവും. അങ്ങനെ ഇത്രയും വർഷമായിട്ട് ഹോസ്പിറ്റലുകളിലൊന്നും ഞാൻ പോയിട്ടേ ഇല്ല. ഞാൻ 2022 10 മാസത്തിലാണ് ഉടമ്പടി എടുത്തത്. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലമാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണമായത്. ഉടമ്പടി പുതുക്കി സാക്ഷ്യപ്പെടുത്തുവാൻ ഇവിടെ സാധിക്കാതെ ഇരുന്നത് കൊണ്ട് അച്ഛൻ പറയുമ്പോഴൊക്കെ, ഇങ്ങനെ ധ്യാനത്തിൽ പറയുമ്പോഴൊക്കെ സാക്ഷ്യം പറഞ്ഞില്ലല്ലോ എന്നൊരു വേദനയുണ്ടായിരുന്നു. പലവട്ടം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് വിചാരിക്കും, പക്ഷേ ഉടമ്പടി പുതുക്കും തിരിച്ചു പോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ഒക്ടോബർ മാസം ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ പൈൽസിൻ്റെ അസുഖം കൂടുതലായി. ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കാനും കിടക്കാനും പറ്റാത്ത ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ബ്ലീഡിങ് ഒരുപാട് പോവുമായിരുന്നു. പക്ഷെ ഞാൻ എന്നിട്ടും ഞാൻ എൻ്റെ ഉടമ്പടിയിൽ തന്നെ വിശ്വസിച്ച് ഉറച്ചു നിന്നു. നേർച്ച വസ്തുക്കൾ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. രാവിലെ എണീറ്റാൽ ഞാൻ ചൂടുവെള്ളം ചൂടാക്കും, അതിലേക്ക് നമ്മുടെ നേർച്ച വസ്തുവായ ഉപ്പും ഇട്ടിട്ട് വിശ്വാസത്തോടു കൂടി തന്നെ ഞാനത് ചെയ്യും. എന്നാലും എൻ്റെ വീട്ടുകാർ ഒത്തിരി നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ പോവാൻ. പക്ഷെ ഞാൻ പോയില്ല. എൻ്റെ അമ്മ മാതാവും ഈശോയും എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ നേർച്ച വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. 6 വർഷമായി ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇതുവരെ ഞാൻ ഹോസ്പിറ്റലുകളിൽ പോയിട്ടേ ഇല്ല. ഒരു പനി വന്നാൽ പോലും ഞാൻ ഹോസ്പിറ്റലിൽ പോകാറില്ല. ഈ നേർച്ച വസ്തു, ഉപ്പ്, വിശുദ്ധ തൈലം മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെ കഴിഞ്ഞ മാസം ഒക്ടോബർ മാസം ഞാൻ ഇവിടെ വന്നിട്ട് സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വന്ന് നിന്നു. എനിക്ക് നിൽക്കാനും ഇരിക്കാനും പറ്റാതെ ഒത്തിരി ഞാൻ വിഷമിച്ചു. അവിടെ ഇരുന്നിട്ട് ഒത്തിരി കരഞ്ഞു. എന്നിട്ട് അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ, എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുന്നില്ലല്ലോ, എന്തുകൊണ്ട്? എന്നാൽ അടുത്ത പ്രാവശ്യമെങ്കിലും വരുമ്പോൾ എനിക്ക് ഇതുപോലെ സാക്ഷ്യം പറയുവാൻ ഇടവരുത്തണേന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞിട്ട് പോയി. വീണ്ടും ഇപ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഉറച്ചു തന്നെ തീരുമാനിച്ചു സാക്ഷ്യപ്പെടുത്തി എൻ്റെ സാക്ഷി ഞാൻ ഈ ആൾത്താരയിൽ പറയുന്നു പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി എൻ്റെ പൈൽസ് രോഗം പൂർണ്ണമായും മാറി. പക്ഷെ ഞാൻ ഈ സാക്ഷ്യപ്പെടുത്താതിരുന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മപ്പെടുത്തുമായിരുന്നു വേദന. അപ്പോൾ ഞാൻ പറയും, അമ്മേ,
നീ എനിക്ക് മാറ്റിയ അസുഖമല്ലേ, പിന്നെ എന്തുകൊണ്ട് നീ എനിക്ക് ഈ അസുഖം വീണ്ടും എനിക്ക് തരുന്നു എന്ന് പറയുമ്പോൾ 2 ദിവസത്തിനുള്ളിൽ ആ വേദന മാറിപ്പോവും. അങ്ങനെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി എൻ്റെ പൈൽസ് രോഗം പൂർണ്ണമായും മാറുകയും അതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അടുത്തത് എൻ്റെ ഇളയ കൊച്ചിനെ ഞാൻ പ്രസവിച്ചതിന് ശേഷം പ്രസവ ആനുകൂല്യം കിട്ടും പെൺകുട്ടികൾക്ക്. അങ്ങനെ ഞാനത് അപേക്ഷ കൊടുത്തിട്ട് 8 വർഷമായിട്ട്, കൊച്ചിന് 8 വയസ്സായിട്ടും ആ പൈസ കിട്ടിയില്ല. അപ്പോൾ ഞാൻ 2024 വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് തിരിച്ചു പോയപ്പോൾ ഒരു സാക്ഷ്യത്തിൽ ഉപ്പിട്ട്, അപ്പോഴൊന്നും അത്ര ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. അതിനുശേഷം ഉടമ്പടി പുതുക്കി ഞാൻ പിറ്റേത്തെ ആഴ്ച പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന വഴിക്ക് അതിലെ ആ ഓഫീസിലേക്ക് പോയി ഞാൻ അതിനകത്ത് ആ ജനലിൽ ആരും ചവിട്ടാത്ത ഇടത്ത് ഞാൻ ആ ഉപ്പ് ഞാൻ വിശ്വാസത്തോടു കൂടി തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ അവിടെ ഇട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ ഓഫീസിൽ നിന്ന് വിളിച്ചു. ഇതുപോലെ കൊച്ചിൻ്റെ ഫണ്ട് ശരിയായിട്ടുണ്ട്, ബാക്കി ഡോക്യുമെൻ്റൊക്കെ കൊണ്ടുവന്ന് തായോ എന്ന് പറഞ്ഞ് ഓഫീസിൽ നിന്ന് വിളിച്ചു. അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് പാലക്കാട് പോയി. അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ കൊച്ചിൻ്റെ അക്കൗണ്ടിലേക്ക് ആ പൈസ വരികയും അതിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു. അടുത്തത്, എനിക്ക് 6 മാസമായിട്ട് വലിയൊരു നടുവേദന, കുനിയാനും പറ്റില്ല, നിവരാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ മരുന്ന് കഴിക്കാനൊന്നും ഞാൻ പോയില്ല. വിശുദ്ധ തൈലം തന്നെ ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ സന്ധ്യാപ്രാർത്ഥനയ്ക്കും രാവിലത്തെ പ്രാർത്ഥനയ്ക്കും ഞാൻ ഉപ്പിട്ട് കലക്കി കുടിക്കുകയും പിന്നെ നടുവിൽ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ ധ്യാനത്തിൽ രോഗസൗഖ്യ സമയത്ത് അച്ഛൻ പറഞ്ഞു, നടുവിന് പ്രശ്നമുള്ളവർ കൈവയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്കും നടുവേദനയാണല്ലോ എന്നും പറഞ്ഞിട്ട് വേഗം ഞാനും മുട്ടുകുത്തി നടുവിൻ്റെ പുറകിൽ ഇങ്ങനെ കൈവച്ച് അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാനും ഉറക്കെ ഈശോയോടും പരിശുദ്ധ അമ്മയോടും ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ രോഗസൗഖ്യമൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കുനിഞ്ഞെന്തോ പണിയെടുക്കുമായിരുന്നു. അപ്പോൾ നടുവിന് ഒരു പ്രശ്നമില്ല. അപ്പോൾ പിന്നെ മനസ്സിലായി പരിശുദ്ധ അമ്മ ഈശോയെ എൻ്റെ ആ നടുവേദന അത് പൂർണ്ണമായി എടുത്തു മാറ്റി. അതിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എന്നെ ഇത്രയും അനുഗ്രഹങ്ങൾ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഇവിടെ അവസാനിപ്പിക്കുന്നു. ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നത്, ഇവിടുത്തെ വിശുദ്ധ പത്രം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ കൊണ്ടുപോയതിന് ശേഷം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പത്രങ്ങളിലെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം പൂശും കുരിശ് വരച്ച്. അതിന് ശേഷമാണ് ഞാൻ ആ പത്രം വിതരണം ചെയ്യാൻ പോണത്. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ആ പത്രം കൊടുത്തു തീർക്കും. ഈശോയെ അറിയാത്തവരെ അറിയിക്കുകയും വചനങ്ങൾ ചൊല്ലി അവരോട് പറയുകയും ചെയ്യും. പിന്നെ പാവപ്പെട്ടവരെ ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് ഞാൻ കുറേ പൈസയൊക്കെ ഇങ്ങനെ മാറ്റിവെക്കും. ദൈവഹിതം അനുസരിച്ച് അങ്ങനെ ദശാംശം മാറ്റിവെക്കുമ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ ആരെങ്കിലും വയ്യാത്തവരെ കാണുവാണെങ്കിൽ കിടപ്പ് രോഗികളൊക്കെ കാണാൻ പോവുകയാണെങ്കിൽ അവർക്ക് ആ പൈസ കൊടുക്കും. പിന്നെ ഫുഡ് ചെയ്യുന്നത് ഞങ്ങൾ ഗ്രൂപ്പായിട്ടാണ് ഫുഡ് സപ്ലൈ ചെയ്ത് ഞങ്ങൾ അനാഥ മന്ദിരങ്ങളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നത്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണും, അത് സ്റ്റാറ്റസ് വയ്ക്കും, ഷെയർ ചെയ്യും. ധ്യാനം കൂടും, അത് സ്റ്റാറ്റസ് വയ്ക്കും, ഷെയർ ചെയ്യും. സാക്ഷ്യങ്ങൾ കേൾക്കും. ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 1-ാം വാക്യം. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം. ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി, അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ശ്രീദേവി രതീഷ് അട്ടപ്പാടി തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തനിക്ക് 30 വർഷമായിട്ടുണ്ടായിരുന്ന പൈൽ സംബന്ധമായ അസുഖം അത് പൂർണ്ണമായിട്ടും ഉടമ്പടി വസ്തുക്കളോടും പരിശുദ്ധ അമ്മയോടും ചേർന്നുകൊണ്ടുള്ള ഉടമ്പടിയിൽ അത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ
രോഗസൗഖ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. എൽത്താരക്ക് മുമ്പിൽ വരുമ്പോൾ നിരവധി പ്രാർത്ഥനകളിൽ എൽത്താരയിൽ പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായിട്ട് ഉയർത്തണമെന്നുള്ളതായിരുന്നു ശ്രീദേവരീശിൻ്റെ പ്രാർത്ഥന. അത് പരിശുദ്ധ അമ്മ തനിക്ക് നൽകിയ രോഗസൗഖ്യത്തിലൂടെ ഈ എൽത്താരക്ക് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് പരിശുദ്ധ അമ്മ വലിയ അനുഗ്രഹങ്ങൾ നൽകി ഈ മകളെ അനുഗ്രഹിച്ചു. അതോടൊപ്പം തന്നെയാണെങ്കിലും പ്രസവാനുകൂല്യം ലഭിക്കേണ്ടത് 8 വർഷമായിട്ട് ലഭിക്കാതെ കിടക്കുകയായിരുന്നത് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി വസ്തുക്കളോട് ചേർന്നുകൊണ്ടുള്ള പ്രാർത്ഥനകളിലൂടെ അത് പൂർണ്ണമായിട്ടും അത് ആനുകൂല്യം ലഭിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും അച്ഛൻ്റെ പ്രാർത്ഥനകളിലും ധ്യാനങ്ങളിലും പങ്കെടുക്കുമ്പോൾ തനിക്ക് നടുവ് സംബന്ധമായ അസുഖം അത് പൂർണ്ണമായിട്ടും അച്ഛൻ്റെ പ്രാർത്ഥനയോട് ചേർന്നുകൊണ്ട് ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ അത് പൂർണ്ണമായൊരു വലിയ സൗഖ്യമായിട്ട് പരിശുദ്ധ അമ്മ ഇവൾ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇനിയും വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇവൾ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഈ എൽത്താരയിൽ ഉയർത്തണമേ എന്നും നമുക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം.